ഒരുപാട് നോമ്പനുഷ്ഠിക്കുന്നവരാണ്, ഒരുപാട് ഇബാദത്ത് ചെയ്യുന്നവരാണ്. പക്ഷേ ആ മനുഷ്യന്റെ സ്വഭാവത്തിലൊക്കെ എന്തൊക്കെയോ ചില പോരായ്മകളുണ്ട്. സ്വഭാവത്തിൽ അയൽവാസികളുമായുള്ള പെരുമാറ്റത്തിൽ എന്തൊക്കെയോ ചില അപാകതകളുണ്ട്. സ്വന്തം വീട്ടിന്റെ ഉള്ളിലുള്ള സംസാരത്തിൽ ആർക്കൊക്കെയോ വെറുപ്പിക്കുന്ന പ്രവർത്തനങ്ങളുണ്ട്. അതേപ്രകാരം നാട്ടുകാരോടുള്ള ഇടപഴകലിൽ ഒരുപാട് വെറുപ്പിക്കുന്ന വാക്കുകളുണ്ട്. എങ്കിൽ എന്റെ ഉമ്മമാരെ, രക്ഷിതാക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ അമല് പോലും നാളെ റബ്ബിന്റെ മുമ്പിൽ കാണാൻ കഴിയില്ല. നാം ചെയ്യുന്ന ഇബാദത്തിന് അല്ലാഹു പ്രതിഫലം നൽകുകയില്ല എന്ന കാര്യം ഞാനും നിങ്ങളും ആലോചിക്കുക. അല്ലാഹുവിന്റെ പ്രവാചകർ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ മിൻ നസ്ഖലു ഫീ മീസാനിൽ മുഅ്മിനി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ മീസാൻ എന്ന തുലാസിൽ ഒരു മുഅ്മിനിന് ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്ന ഇബാദത്ത് ഏതാണ്? എന്റെ ഉമ്മമാരെ, ഏതൊരു മനുഷ്യന്റെയും മനസ്സിലുള്ള ആഗ്രഹം മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പ്രവാചകർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, അല്ലയോ പ്രവാചകരെ, ഈ ഭൂമിയിൽ ഒരു ദിവസം പോലും നിങ്ങളെ കാണാതെ ഉറക്ക വരാത്തവളാണ് ഖദീജ ആയിഷയാകുന്ന ഞാൻ. നിങ്ങൾ മറ്റുള്ള ഭാര്യമാരെ അരികിലേക്ക് പോകുന്ന ദിവസത്തിൽ പോലും നിങ്ങളെ ഞാൻ കണ്ണുകൊണ്ട് നോക്കിയിട്ടൊരു ദിവസം ഒന്ന് കാണാനുള്ള ശ്രമം നടത്തും നബിയെ. അതിന് മാത്രം നിങ്ങളെ കാണാതെ ഉറക്ക വരാത്തവളാണ് ആയിഷ എങ്കിൽ നാളെ കോടാനക്കോടി മനുഷ്യന്മാർ ഒരുമിച്ച് കൂടുന്ന മഹ്ശറയിൽ അങ്ങ് എന്നെ മറക്കുമോ നബിയെ? അങ്ങ് എന്നെ ഓർക്കുമോ നബിയെ? ഏറ്റവും ഇഷ്ടമുള്ള ആളുകളെ മറ്റുള്ള ഇഷ്ടമുള്ള ആളുകൾ പരസ്പരം ഓർക്കുമോ യാ റസൂലല്ലാഹ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകർ കൊടുക്കുന്ന മറുപടി, ആയിഷ, ഏതാനും ചില പ്രത്യേകമായ സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിൽ ഒരാളും മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കുന്ന സമയമല്ല ആയിഷ. അടുത്ത് കണ്ടവരെ പോലും ഒന്ന് തിരിഞ്ഞു നോക്കാത്ത ചില സമയങ്ങളുണ്ട്. സ്വന്തം പിതാവ് ഭാര്യ ഭർത്താവിനെ കണ്ടാൽ ശ്രദ്ധിക്കില്ല, ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയോ കണ്ടാൽ ശ്രദ്ധിക്കില്ല, മാതാപിതാക്കന്മാര് മക്കളെ കണ്ടാൽ ശ്രദ്ധിക്കില്ല. ആരും പരസ്പരം ഓർക്കാത്ത ചിന്തിക്കാത്ത ഒരു സമയമുണ്ട് ആയിഷ. അതിൽ ഒന്ന് ഇന്ദൽ കിതാബ്, കിതാബ് കൊടുക്കുന്ന സന്ദർഭത്തിലാണ്. ഒരു ചാൻമുകളിലാണ് സൂര്യൻ, ചൂടിന്റെ കാഠിന്യം കൊണ്ട് നമ്മളെ പതപ്പകരിയുകയാ. ആ സമയത്ത് ചില ആളുകൾ നന്മ വർദ്ധിപ്പിച്ചവരുടെ കയ്യില് വലത്തെ കയ്യിലാണ് കിതാബ് കൊടുക്കുക. തിന്മയാണ് അധികമെങ്കിൽ ഇടത്തെ കയ്യിലാണ് കിതാബ് കൊടുക്കുക. ഇടത് കയ്യിൽ കിതാബ് കിട്ടിയ ആളുകൾ അവിടെ കിതാബ് മറിച്ചു നോക്കിയിട്ട് നിലവിളിക്കുകയാണ്, മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. അല്ലാഹുവേ, ഞാൻ തമാശ പറഞ്ഞത് ഇതിലുണ്ടല്ലോ, ഞാൻ വെറുതെ പറഞ്ഞത് ഇതിലുണ്ടല്ലോ, എന്റെ നാവിലൂടെ വന്ന ഓരോന്നും ഇത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ നാഥാ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന സന്ദർഭമാണ്. ആ സമയത്ത് ഒരാളും മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കാതെ എന്റെ കിതാബ് ഏത് കയ്യിലാണ് തരിക എന്ന ദുഃഖത്തോടെ ഓർക്കുന്ന സമയമാണ് ആയിഷ. ഉറക്കെ ചൊല്ലൂ നബി മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ ഏതാനും സ്ഥലങ്ങളാണ് റസൂലുള്ളാഹി, ഞാൻ വിശദീകരിക്കുന്നില്ല. ആ കൂട്ടത്തിൽ ഒരു സ്ഥലം ഇന്ദൽ മീസാൻ, മീസാൻ എന്ന തുലാസിന്റെ അരികിലാണ്. നന്മ ചെയ്തവരുടെ നന്മകൾക്കാണ് കനം തൂങ്ങുന്നത്, മറ്റുള്ളവരുടെ തിന്മയാണ് കനം തൂങ്ങുന്നത്. നന്മ കനം തൂങ്ങിയവര് സന്തോഷിക്കുകയാണ്, തിന്മ കനം തൂങ്ങിയവര് കണ്ണീര് വാർക്കുകയാണ്. അത് കണ്ട് നമ്മളെ വേക്കിൽ നിന്ന് വിറവിറക്കും ആയിഷ, എന്റെ കഥ എന്താണ് റബ്ബേ എന്ന് ആലോചിക്കുന്ന സന്ദർഭമാണെന്ന് അള്ളാഹുവിന്റെ ഹബീബ് ആയിഷ ബീവിയോട് പറയുമ്പോ, എന്റെ ഉമ്മമാരെ, മനുഷ്യന്റെ ജീവിതത്തിന്റെ സന്തോഷം മീനാനെന്ന തുലാസിലെ അമല് കൂട്ടല, നമ്മളെ തരങ്ങളിലേക്ക് തരാനുള്ള കിതാബിലെ നന്മ വർദ്ധിപ്പിക്കല. അതാണ് സമ്പത്ത്, ഏറ്റവും വലിയ സമ്പത്ത് അതാണ്. ബാക്കിയുള്ള സമ്പത്തൊക്കെ ഇട്ടേച്ച് പോകാനുള്ളതാ സഹോദരങ്ങള്. കണ്ണടക്കലോടെ മക്കൾ ആധാരം കയ്യിലാക്കും, പിന്നെ മരിച്ച ബാപ്പാക്ക് ആധാരം തരില്ല. അന്തരിച്ച വസ്ത്രം കുടുംബക്കാരുരിഞ്ഞു മാറ്റും, പിന്നെ ആ വസ്ത്രം തരില്ല. നാം കിടക്കുന്ന വീട്ടിൽ നിന്ന് മക്കള് പടിയിറക്കും, പിന്നെ വീട് നമ്മുടേതല്ല. എന്നാ നമ്മുടേതെന്ന് പറയാൻ മീസാൻ എന്ന തുലാസിൽ നന്മ വർദ്ധിപ്പിക്കണം. യുവാക്കളെ, രക്ഷിതാക്കളെ, ഉമ്മ, നമ്മൾ അടുത്ത പ്രദേശത്തല്ലേ ഒരു ദാരിമിയായ പണ്ഡിതനിടയായി മരണപ്പെട്ടു പോയത്. അല്ലാഹുവേ, ആഖിറം വെളിച്ചമാക്കണേ അല്ലാ. ചുറുക്കുള്ള ചെറുപ്പക്കാർ
സ്വഭാവക്കാരനാ. ഖാലിഖായ റബ്ബിന്റെ ഖലാ, പെട്ടെന്ന് ലോകത്തോട് വിട പറയുന്ന വാർത്തകൾ കേൾക്കുന്ന കാലത്തിന്റെ യുവാക്കളെ, ഏത് സമയത്തും ഒരുങ്ങി നിൽക്കുന്നവനാണ് ബുദ്ധിമാൻ. തന്റെ ഇടമുള്ളവർ യുവാക്കളെ, ഏത് സമയത്ത് അല്ലാഹു വിളിച്ചാലും പോകാൻ ഒരുങ്ങി ജീവിക്കുന്നവരാ. അതിന് കിതാബിൽ നന്മ വർദ്ധിപ്പിക്കുക, മീസാൻ എന്ന തുലാസിൽ നന്മക്ക് കനം തൂക്കാനുള്ള ശ്രമം നടത്തുക. മീസാൻ എന്ന തുലാസിൽ ഏറ്റവും കനം തൂങ്ങുന്നവരെ ഇബാദത്ത് പറഞ്ഞു തരട്ടെയോ ഉമ്മ. നമ്മളെ നിസ്കരിക്കുന്നവരാ, നോമ്പനുഷ്ഠിക്കുന്നവരാ, ദിക്ർ ചൊല്ലുന്നവരാ, ആണും പെണ്ണും ഇബാദത്തുകളിൽ കുറവുള്ളവർ അല്ല. എന്നാൽ മീസാൻ എന്ന തുലാസിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്നവരെ ഇബാദത്ത് ഏതാ? റസൂലുള്ളാഹി പറയുന്ന മുഅ്മിനെ, മീസാൻ എന്ന തുലാസിൽ കനം തൂങ്ങുന്ന വേറെ ഒരു ഇബാദത്തുമില്ല. മിൻ ഹുസ്നിൽ ഖുൽഖ്, നല്ല സ്വഭാവം പോലെ മറ്റൊരു അമലില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു മനുഷ്യൻ ചെയ്യുന്ന, ലോകത്തൊരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ ഇബാദത്ത് ഏതാണെന്നറിയോ? ഏറ്റവും നല്ല ഇബാദത്തിന്റെ സഹോദരങ്ങളെ, മറ്റുള്ള ആളുകളോട് നല്ല സ്വഭാവത്തിൽ പെരുമാറുക എന്നതാണ് ഏറ്റവും വലിയ ഇബാദത്ത്. അതാണ് ഒരു മനുഷ്യന് രാവും പകലും നിസ്കരിച്ച പ്രതിഫലം അല്ലാഹു കൊടുക്കും. രാവും പകലും നിസ്കരിച്ച പ്രതിഫലം, നമ്മളെ കിടന്നുറങ്ങുമ്പോഴും നിസ്കരിച്ച കൂലി അല്ലാഹു തരും. നാം ഭക്ഷണം കഴിക്കുമ്പോഴും നോമ്പ് നോറ്റ പ്രതിഫലം അല്ലാഹു തരും. അതാർക്കാണെന്നറിയുമോ? അത് അഹ്സനകും അഖ്ലാഖ, നിങ്ങളിൽ നല്ല സ്വഭാവമുള്ളവർക്കാണെന്ന് മുഹമ്മദ് മുസ്തഫ. നല്ല സ്വഭാവത്തോടു കൂടെ ജീവിക്കുമോ? നമ്മൾ ഓരോരുത്തരും അവനവന്റെ തടിയോട് ആലോചിക്കണം. എന്നെ കൊണ്ട് ഒരാൾക്കും വെറുപ്പ് വരൂല, ഞാൻ ഒരാളെയും വേദനിപ്പിക്കൂല, ഞാൻ ഒരാളെയും കഷ്ടപ്പെടുത്തുകയില്ല, ഒരാളെയും വെറുപ്പിക്കുകയില്ല, ഒരാളെയും ഞാൻ എന്നെ കൊണ്ട് വേദനിപ്പിക്കുക, വേദന വരുത്തൂല്ല എന്ന തീരുമാനമെടുത്ത് എന്നെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാ നന്മയും ഞാൻ എല്ലാവർക്കും ചെയ്തു കൊടുക്കലല്ലാതെ ഒരാളും എന്നെ കൊണ്ട് പ്രയാസപ്പെടൂല എന്ന് തീരുമാനിച്ച സംസാരത്തിലും സ്വഭാവത്തിലും നോട്ടത്തിലും എല്ലാവരോടും കൃപയുള്ള സ്വഭാവം നിലനിർത്തുമോ? കിടന്നുറങ്ങുമ്പോഴും നിസ്കരിച്ച പ്രതിഫലം അല്ലാഹു തരും കേട്ടോ. അതേ പ്രകാരം നോമ്പനുഷ്ഠിച്ച പ്രതിഫലം അല്ലാഹു തരുമെന്ന് ഞാൻ പറഞ്ഞതല്ല എന്റെ ഉമ്മമാരെ. നമ്മുടെ കരളിന്റെ കഷ്ണമായ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ. ആദ്യമായി നമ്മൾ നേടിയെടുക്കേണ്ടത് നല്ലൊരു സ്വഭാവമാണ്. ഒരു മനുഷ്യന് ഏറ്റവും വലിയ നന്മ നല്ല സ്വഭാവമാണ്. അല്ലാഹു നമ്മുടെ മനസ്സ് നന്നാക്കി തരട്ടെ. റഅയ്തു റജുലൻ മിൻ ഉമ്മതി ജാഫിയൻ അലാ റുക്ബതൈ വബൈനഹു വബൈനല്ലാഹി ഹിജാബ്. അല്ലാഹുവിന്റെ ഹബീബിനെ സംഭവം പറഞ്ഞു കൊടുക്കുകയാണ് സ്വഹാബത്തിന്. സ്വഹാബത്തെ, മഹ്ശറ ലോകത്ത് ഞാൻ ചില ആളുകളെ കണ്ടു. അവരെ മുട്ടുകുത്തിക്കൊണ്ടാണ് മഹ്ശറയിലേക്ക് വരുന്നത്. കഷ്ടപ്പെട്ട് എടങ്ങറായി വരികയാണ്. ഖാലിഖായ റബ്ബിന്റെ ലിഖാ കാണാൻ അവർക്ക് അവസരം കിട്ടുന്നില്ല. അല്ലാഹുവിന്റെയും അവർക്കിടയിൽ എന്തോ ഒരു മറ വന്നു പെട്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ ലിഖാ കാണാൻ അവർക്ക് കഴിയുന്നില്ല. ഒരുപാട് നന്മകളൊക്കെ ചെയ്തിട്ടുണ്ടാകും, പക്ഷേ ഖാലിഖായ റബ്ബിനെ കാണാൻ കഴിയാത്ത വിധം എന്തോ ചില മറകൾ സൃഷ്ടിക്കപ്പെട്ട് അവർക്ക് ശരിക്കും മഹ്ശറിൽ പോലും വരാൻ കഴിയാത്ത വിധം അവരിങ്ങനെ കഷ്ടപ്പെടുന്ന സന്ദർഭമാണ്. ആ സമയത്ത് ഫജാഅഹു ഹുസ്നു ഖുൽഖിഹി, ഒരു മനുഷ്യരൂപത്തിൽ അതാ ഇവന്റെ നല്ല സ്വഭാവം ഓടി വരികയാ. ഇവന്റെ നല്ല സ്വഭാവം, ഇവൻ വീട്ടിൽ ഒരാളെയും വെറുപ്പിക്കുന്ന സ്വഭാവക്കാരനല്ല, അയൽവാസികളെ വെറുപ്പിക്കുന്ന സ്വഭാവക്കാരനല്ല, കുടുംബക്കാരെ വെറുപ്പിക്കുന്ന സ്വഭാവക്കാരല്ല, എല്ലാരെയും സന്തോഷിപ്പിക്കുന്ന സ്വഭാവക്കാരനാണ്. അവന്റെ അരികിലേക്ക് ഓടി വരികയാണ് ആര്? ഇവന്റെ ആ നല്ല സ്വഭാവം. എന്നിട്ട് ഫഅഖദ ബിയദിഹി, അവന്റെ കൈ പിടിച്ചിട്ട് ഫഅദ്ഖലഹു അലല്ലാഹ്, അല്ലാഹുവിലേക്ക് അവനെ പ്രവേശിപ്പിച്ചു. അതാ പടച്ച തമ്പുരാന്റെ ലിഖാ കാണാനുള്ള ഒരവസരം ഇവന്റെ നല്ല സ്വഭാവം ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയുന്നത് നമ്മുടെ കരളെ ഉറക്കെ ചൊല്ലു സ്വലാത്ത് റസൂലുള്ളാഹി. ലോകത്തൊരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് മനസ്സിന്റെ വിശുദ്ധിയാണ്, അകക്കാമ്പ് പരിശുദ്ധമാകലാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പുറംഭാഗം ശുദ്ധിയല്ല, പുറം ഭാഗത്തെ നിസ്കാരം, നോമ്പ്, ഇബാദത്ത് ഇതൊക്കെ പുറം ഭാഗത്തുണ്ടെങ്കിലും അതിനൊക്കെ പടച്ച റബ്ബ് പ്രതിഫലം നൽകണമെങ്കിൽ നമ്മുടെ അകക്കാമ്പ് നന്നായിരിക്കണം.
നമ്മൾ നല്ല നിസ്കാരക്കാരാ, പക്ഷെ ഉള്ളിൽ കിബറും ഹസദും വെറുപ്പും വിരോധവും വൈരാഗ്യവും ഒക്കെയാണ്. നമ്മ ആരൊക്കെയോ വെറുക്കുന്ന സ്വഭാവക്കാരാണ് നമ്മൾ. ആരാവും പകലും നിസ്കാരത്തിൽ വീണ് കിടക്കുക. എന്നാൽ നെറ്റിയിൽ വലിയ വപ്പടോളം വട്ടത്തിൽ തഴമ്പുണ്ടാകും. വേണമെങ്കിൽ ഓനെ പച്ചക്കറിത്തോട്ടത്തിൽ കണ്ണീർന്ന് വെക്ക എന്നല്ലാതെ ഖാലിഖായ റബ്ബിന്റെ മുമ്പിൽ അവനക്ക് വിജയിക്കാൻ കഴിയില്ല. കാരണം ഒരു മനുഷ്യന്റെ വിജയം അകക്കാമ്പ് ശുദ്ധിയാകുമ്പോഴാണ്. കിബറില്ലാത്ത, ഹസദില്ലാത്ത, വെറുപ്പില്ലാത്ത, വിരോധമില്ലാത്ത ഒരു നല്ല മനസ്സുണ്ടാക്കി തീർക്കണം. അത് ഓരോരുത്തരും അവനവന്റെ തടിയോട് ചോദിക്കണം. എന്റെ നിസ്കാരം റബ്ബ് സ്വീകരിക്കുന്നുണ്ടോ? എന്റെ നോമ്പല്ല സ്വീകരിക്കുന്നുണ്ടോ? എന്റെ സുന്നത്ത് ഇബാദത്തുകളൊക്കെ റബ്ബ് സ്വീകരിക്കുന്നുണ്ടാകുമോ എന്ന് നമ്മുടെ സ്വഭാവം വിലയിരുത്തിക്കൊണ്ടാണ് ഉമ്മമാരെ, രക്ഷിതാക്കളെ നമ്മൾ വിധി എഴുതേണ്ടത്. അള്ളാഹുവിന്റെ ഹബീബ് അതാനോടതാ ഒരു സ്വഹാബി വന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഒരു പെണ്ണുണ്ട് നബിയെ, ഒരു പെണ്ണ് നല്ല നിസ്കാരക്കാരിയാ, നല്ല നിസ്കാരക്കാരി, നല്ല നോമ്പുകാരി, ഒരു നിസ്കാരം ഒഴിവാക്കാറില്ല, ഒരു നോമ്പ് ഒഴിവാക്കാറില്ല, നല്ല ഇബാദത്തുകാർ. നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്, പെണ്ണുങ്ങളൊക്കെ അങ്ങനെ തന്നെയല്ലേ? ഇപ്പൊ ചില ടിവിന്റെ മുമ്പിലൊക്കെ പെണ്ണുങ്ങൾ നോട്ടുക്കും പിന്നൊക്കെ ഇരിക്കും. ആ ചില ദിവസങ്ങളിൽ പ്രത്യേകമായി ചില സഹോദരിമാരൊക്കെ സുന്നത്തെടുക്കാൻ വല്ലാത്ത ആഗ്രഹമുള്ളവരാണ്. നല്ല ആഗ്രഹമാണ്, നിലനിൽക്കണം. ഫർള് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണ്. സൽക്കർമ്മങ്ങൾ യാതൊരു മടിയും കാണിക്കാത്തവരാണ്. ഇപ്പൊ ചില പ്രഭാഷകന്മാരൊക്കെ ചാനലുകളിലൂടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. അതേ പ്രകാരം വിവിധ പരിപാടികൾ നമ്മളെ പെണ്ണുങ്ങളോട് ചോദിച്ചാൽ അറിയാം ആ സമയം എപ്പോഴാന്ന് പോലും വ്യക്തമാക്കി പറഞ്ഞിരും. ആണുങ്ങൾക്കൊന്നും അറിയില്ല. നമ്മളെ ചില വീടുകളിലൊക്കെ പോയി നോക്കിയാൽ ആ വീടിന്റെ ഉള്ളിൽ കാണുന്ന ഒരു വലിയ ഡയറി, എന്തായാലും എഴുതിയ സുന്നത്ത് നിസ്കാരങ്ങൾ മുഴുവനായി രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. താത്ത നിസ്കരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നാളെ ഇന്നോട് ഒരു കാക്ക വന്നാട് പറഞ്ഞു, ഉസ്താദെ, പുതിയാപ്പളിനോട് വർത്താനം പറയാൻ പാടില്ലാത്ത സുന്നത്ത് നിസ്കാരം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സുന്നത്ത് നിസ്കാരത്തിൽ പുതിയാപ്പളിനോടല്ല, ആരോടും വർത്താനം പറയാൻ പാടില്ല. അവൻ എന്നോട് പറഞ്ഞു, അങ്ങനല്ല, ഒരു റക്കായത്ത് സുന്നത്ത് നിസ്കരിക്കുക, പിന്നെ മുണ്ടാതെക്കുക, പിന്നെ സുന്നത്ത് നിസ്കരിക്കുക, അതിന്റെ അടിയിൽ നമ്മൾ ചായ ചോദിച്ചാൽ നമ്മളോട് ഇങ്ങനെ ആക്കുക പെണ്ണുങ്ങൾ. അതെന്ത് സുന്നത്താന്ന് ഞാൻ പറഞ്ഞു, അല്ലാഹു അലൈഹി എന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞാലും അതൊക്കെ നിർവഹിക്കാൻ നമ്മളെ പെണ്ണുങ്ങൾ സന്നദ്ധരാണ്. പുതിയാപ്പളിനോട് മിണ്ടാതി എങ്ങനെ രൂപത്തിൽ സുന്നത്ത് നിസ്കരിച്ചോളും. പക്ഷേ ഒരു കാര്യം നമ്മൾ അറിയണം സഹോദരങ്ങളെ, ലോകത്തിന്റെ നേതാവിനോട് അതേപോലെയുള്ള ഒരു ചോദ്യമാണ്. അവള് നല്ല നിസ്കാരക്കാരിയ, നല്ല നോമ്പുകാരിയ, പക്ഷേ ആ പെണ്ണിനൊരു സ്വഭാവമുണ്ട്. അയൽവാസികളെ എടങ്ങാറാക്കുന്ന പെണ്ണാൻ. അത്രേ പ്രശ്നമുള്ളൂ. അയൽവാസികളേറ്റെന്തോ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അയൽവാസിയാക്ക് മുഴുവനും വെറുപ്പാണ്, അയൽവാസികൾക്ക് മുഴുവനും വിരോധമാണ്. എന്തൊക്കെയോ ചെറിയ പ്രശ്നത്തിന്റെ കാരണത്താൽ അയൽവാസികളെ നാക്കിട്ട് ചീത്ത പറയുന്ന പെണ്ണാണ്. അയൽവാസികളോട് സ്നേഹമില്ലാത്ത സ്വഭാവക്കാരിയാണ്. അയൽവാസികളോട് മാനസികമായ വെറുപ്പുള്ള സംസ്കാരമാണ്. അവരെ കുറിച്ച് എന്ത് പറയുന്നു നബിയേ? ലോകത്തിന്റെ നേതാവിന്റെ മറുപടി, അതാ അയൽവാസികളെ നാവ് കൊണ്ട് ഇടങ്ങറാക്കുന്നവളാ. എങ്കിലേക്ക് കിട്ടിയാ മതി. ഈ പേരിൽ നിന്നിട്ട് അങ്ങനെ ഒച്ചുണ്ടാക്കിക്കോളും. പേരക്കാരി പറയും, എന്താന്നൂടി അജ്മത്താ തിളങ്ങിക്കണ് കയറി. ആ കോലത്തിൽ ഇവള് ഇവിടെ നിന്നിട്ട് അങ്ങനെ ഇളകണ സൈസ്. അയൽവാസിയൊക്കെ ഒരു സുഖമില്ല. ഈ തള്ള എന്തൊരു കുറെ ബജീവൻ പോയി കിട്ടുന്നു, സുഖത്തിൽ കിടന്നുറങ്ങാനെന്ന് അയൽവാസികൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. മൂപ്പത്തിയർ എപ്പോൾ പോയി നോക്കിയാൽ തസ്ബീഹ്മാല കയ്യിലുണ്ടാകും. പക്ഷേ പറയാൻ തുടങ്ങി അങ്ങോട്ട് പറയും. എല്ലാവർക്കും ഇടങ്ങാറാണ് ഈ താത്താക്ക്. അള്ളാഹുവിന്റെ ഹബീബ് കൊടുത്ത മറുപടി എന്താണെന്നറിയുമോ? അത്തരം പെണ്ണുങ്ങളാണോ അവള് നരകത്തിലാണ്, നരകത്തിലാണ്, നരകത്തിലാണെന്ന് ലോകത്തിന്റെ കരളായ റസൂലുള്ളാഹി. സഹോദര സഹോദരിമാരെ, നാം ചെയ്യുന്ന അമലിന് പോലും അല്ലാഹു പ്രതിഫലം നൽകണമെങ്കിൽ, നാം ചെയ്യുന്ന ഇബാദത്തിന് ഖാലിഖായ റബ്ബ് കൂലി നൽകണമെങ്കിൽ നമ്മളെ സ്വഭാവം നന്നാവണം. നമ്മളെ വീട്ടുകാർക്ക് സന്തോഷമുണ്ടാകണം, നമ്മളെ അയൽവാസികൾക്ക് സന്തോഷമുണ്ടാകണം, നമ്മളെ കുടുംബക്കാർക്ക് സന്തോഷമുണ്ടാകണം. നന്മ ചെയ്ത് കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിലും അവരൊക്കെ ഒരു ശല്യം നമ്മളെ കൊണ്ടുണ്ടാകാത്തൊരു മനസ്സുണ്ടോ അവന് മാത്രമാണ് സ്വർഗം. അല്ലാത്തവർക്ക് സ്വർഗം കനി കാണാൻ സാധ്യമല്ല. അവിടെയാ നമ്മൾ ഈ കാലത്ത് ആലോചിക്കേണ്ടത്. ഇന്ന് ഇബാദത്തിന്റെ കാര്യത്തിൽ എല്ലാവരും ജോറ, പക്ഷെ അടിത്തള ഇളകിപ്പോയത് ആരും അറിഞ്ഞില്ല.
അടിത്തറ ഇളകിപ്പോയത് നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. പുറം ഭാഗം മോടി കൂട്ടാനുള്ള തിരക്കിലാണ്. സ്വന്തം വീട്ടിന്റെ ഉള്ളിൽ പോലും നമ്മളെ വെറുക്കുകയാണ് ആളുകൾ. നാളെ ഒരു താത്ത എന്നോട് പറഞ്ഞു, ഉസ്താദേ അമ്മായിമാന്റെ സ്വഭാവം നന്നായി കിട്ടാൻ വേണ്ടി ഇത് വരക്കണം എന്ന് പറഞ്ഞു. അമ്മായിമാന്റെ സ്വഭാവം ഞാൻ ചോദിച്ചു എന്തേ പ്രശ്നം? പറഞ്ഞു ഒന്നല്ല ഉസ്താദേ, എൻ്റെ പേരിൽ നിന്ന് ആങ്ങളാരും കുട്ടികളൊക്കെ എന്നെ കാണാൻ വേണ്ടി വരും. ആങ്ങളാരെ മക്കളൊക്കെ എന്നെ കാണാൻ വരും. അപ്പോൾ വരുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സും ബേക്കറി ബിസ്ക്കറ്റൊക്കെ കൊണ്ടുവരും. എന്നിട്ടോ അത് ഉസ്താദേ എൻ്റെ അമ്മായിമ്മ വാങ്ങിക്കാണ്ട് നേരെ കൊണ്ടേക്കാണ്ട് മൂപ്പത്തേരെ പെട്ടി റൂമിൽ ഒരു പെട്ടിണ്ടായിക്കാണ്ട് വെക്കുന്ന. എന്നിട്ട് ഞാൻ ഇരിക്കും എൻ്റെ കുട്ടിയാക്ക് ഒരു കണ്ടം, എൻ്റെ ആങ്ങളെ കൊടുന്ന അന്നോട്ട് ഇരിക്കും എൻ്റെ കുട്ടിയാക്ക് ഒരു കണ്ടം പോലും തരൂല. അതൊക്കെ അമ്മായിമാർ കൊണ്ടുപോയി പാത്തൊക്കെ. ഞാൻ പറഞ്ഞ അച്ഛങ്ങൾ തിന്നോട്ടെ, നിങ്ങൾ ബേജാറാണ്. അമ്മോശാക്ക് അമ്മായിമ്മ എന്നൊക്കെ പറഞ്ഞ അടവ് തെറ്റിക്കെടുക്കുകയാണ്. എപ്പോഴാ പോവുക? ഇസ്രായേൽ ഒന്ന് ഉമ്മച്ച് പോവുകയാണ്. അതുകൊണ്ട് അതൊക്കെ എടുത്തുവെച്ച് പോകാനായി ഇനി അറ്റികൾ കുറച്ച് ബിസ്ക്കറ്റ് തിന്നോട്ടെ, അതിനിപ്പോൾ എന്തിനാ നിങ്ങൾ ബേജാറാണ് ചോദിച്ചപ്പോൾ ആ താത്ത പറഞ്ഞു അങ്ങനെയല്ലത് ഒലിക്കുന്നതാണല്ല. പിന്നെന്താ, കെട്ടിച്ചയച്ച മകളും കുട്ടികളുണ്ട്, അവളും കിട്ടി വരുമ്പോൾ അതൊക്കെ ഒലിക്കാണ്ട് എടുത്തെടുക്കും. മഞ്ഞക്കളോട് കുട്ടികളോട് ഒരു വല്ലാത്തൊരു ദേശ സ്വഭാവക്കാരിയാണ്. ഞാൻ പറയുന്ന എൻ്റെ ഉമ്മമാരെ, ഇനി നമ്മൾ നിസ്കരിച്ചോ എന്താ കാര്യം? സ്വന്തം വീട്ടിന്റെ ഉള്ളിൽ താമസിക്കുന്നവർ നമ്മളെ ശപിച്ചുകൊണ്ടിരിക്കുക. സ്വന്തം വീട്ടിന്റെ ഉള്ളിൽ താമസിക്കുന്നവർ നമ്മളെ ശപിക്കാണ്. നമ്മളേക്കും അള്ള ഇഷ്ടപ്പെട്ട പോലെ വീട്ടിൽ ശപിച്ചോട്ടെ. ഒരാ ഷിറാറിലേറ്റം ഷർ ആരാണെന്ന് ചോദിച്ചു നബി, അറിവുണ്ടോ നിങ്ങൾക്കെന്ന്? ഞങ്ങൾക്കതറിവില്ല നബിയേ എന്ന് അസ്ഹാബിമാരിൽ നിന്ന് മറുപടി വന്ന്. ഷിറ ഏറ്റവും വലിയ ഷർറായ മനുഷ്യനാരാണെന്ന് അള്ളാഹുവിന്റെ ഹബീബിനോട് സ്വഹാബത്തിനോട് ചോദിച്ചപ്പോ സ്വഹാബത്ത് പറഞ്ഞു ഞങ്ങൾക്കറിയില്ല നബിയേ. അള്ളാഹുവിന്റെ ഹബീബ് കൊടുത്ത മറുപടി അവർക്കുള്ള ഇൻസാനോട് ദേശ സ്വഭാവമാ, അവരെപ്പോഴും ഇവനോടതും വിദ്വാസമാ. ഇവന് അവരോടുള്ള പെരുമാറ്റം മോശമാണ്, അവർക്ക് ഇവനോട് വെറുപ്പാ. അങ്ങനെ മറ്റുള്ളവർ വെറുക്കുന്ന രൂപത്തിൽ സ്വഭാവമുള്ള ആളുകൾ ആരാ? അവരാണ് അള്ളാന്റെ പക്കൽ ഏറ്റവും ഷർറായ മനുഷ്യര് സ്വഹാബത്തെ എന്ന് ലോകത്തിന്റെ കരളായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, വയസ്സായ ഉമ്മ ഉപ്പ സ്വന്തം വീട്ടിൽ പോലും ഒരാളെയും വെറുപ്പിക്കുന്ന സ്വഭാവം നമ്മളിൽ വരരുതേ. മക്കളാണെങ്കിലും മരുമക്കളാണെങ്കിലും ഒരുപോലെ നമുക്ക് വേണ്ടി മനമൊരുക്കി അള്ളാഹിനോട് ദുആ ചെയ്യുന്നവരാക്കി നമ്മളെ മാറ്റേണ്ടത് നമ്മളുടെ കടമയാ. അല്ലാതെ അധികാരത്തിന്റെ ഹുങ്കിൽ അള്ളാഹുവിന്റെ ലഅനത്ത് വാങ്ങാൻ ഉമ്മമാരുപ്പമാരെ സ്വഭാവം ഇടവരല്ല. നമുക്ക് അള്ളാഹും മലക്കുകളും നമ്മളെ ശപിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ സ്വഭാവം പോകരുത്. മക്കൾക്കും കൊടുക്കണം, മരക്കും കൊടുക്കണം, പേരക്കുട്ടിയൊക്കെ എല്ലാവർക്കും കൊടുക്കുക. എല്ലാവരും സന്തോഷിക്കട്ടെ, പേരന്റെ ഉള്ളിലുള്ള എല്ലാവരും ഒരുപോലെ സന്തോഷിക്കട്ടെ. നാളെ പിറ്റേന്ന് ഉമ്മാണ്ട് മരിച്ചാൽ ഇങ്ങേപ്പുറത്തെ മക്കളിരുന്ന് ദ്വാരിക്കണം, പഠിച്ചോനെ എൻ്റെ അമ്മ പോയി പൊറുക്കണേ എന്ന് പറയുമ്പോൾ വല്ല മനസ്സ് പൊട്ടണം. അത് നമ്മളെ സ്വഭാവത്തിലൂടെ ഉണ്ടാക്കി തീർക്കേണ്ടതാ. അത് വയലറിഞ്ഞെടുത്താലൊന്നും ഉണ്ടാവില്ല. വയലറിഞ്ഞെടുത്തപ്പോൾ നാവുകൊണ്ട് പറയും. മനസ്സിനുള്ളിലേക്ക് ഇറങ്ങണമെങ്കിൽ അവരെ മനസ്സിൽ ആ ഒരു സ്നേഹം ഉണ്ടാവണം. മരുമക്കൾ അപ്പുറത്തിരുന്ന് നിസ്കാരപ്പായി ലുറ്റി വീണ കണ്ണീർകണങ്ങളെ സാക്ഷി നിർത്തി മരോളും കുട്ടികളും പറയണം, പഠിച്ചോനെ എൻ്റെ അമ്മായിമ്മ സ്വന്തം അമ്മയേക്കാൾ കൂടുതൽ എന്നെ സ്നേഹിച്ച എൻ്റെ അമ്മായിമ്മ മൺമറഞ്ഞു പോയി, പൊറുക്കണേ റബ്ബേ, അവരെ മനസ്സിൽ എന്ന് പറയണം. അല്ലാതെ നമ്മൾ ഒരു ടീമിനോട് ഒരു കോലത്തിൽ പെരുമാറുക, വേറെ ടീമിനോട് മറ്റൊരു കോലത്തിൽ പെരുമാറുക. എന്നിട്ട് ചില ആളുകൾ നമ്മളെ വെറുപ്പിക്കുക, അവരിട്ടിട്ട് ലക്കും ലഗാനില്ലാതെ കളിക്കുക. ഈ ഒരു അവസ്ഥ വന്നാൽ എന്താ സംഭവിക്കുക? മകള് പറയും, പഠിച്ചോനെ റബ്ബേ എൻ്റെ അമ്മ പോയി, ഏതായാലും ഓർത്തെടുക്കണേ എന്ന് മകള് പറയും. ഇങ്ങേപ്പുറത്ത് മരോള് പറയും, അൽഹംദുലില്ലാ തള്ള പോയി കിട്ടി, സന്തോഷമായി, ഓർത്തെടുക്കണേ അറിയും. ഇതുകൊണ്ടെന്താ കാര്യം? അപ്പൊ നിങ്ങൾ വെച്ചത് മരോളക്കേട് മാത്രമല്ല, അത് നമ്മുടെ സ്വഭാവത്തിന്റെ വിശുദ്ധി കുറവാണ്. നമ്മുടെ സ്വഭാവം നന്നാകണം. ഞാൻ ഈ പറഞ്ഞ അർത്ഥങ്ങൾ ബേക്കറി ബിസ്ക്കറ്റ് കൊടുക്കണമെന്നല്ല. ഞാൻ മുമ്പൊരിക്കത്തെ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ഒരു കുട്ടീനോട് ഉസ്താദിന്റെ പ്രസംഗം ഉഷാറായി. എന്താ എന്റെ വല്യമ്മ അതേ സ്വഭാവമായിരുന്നു. പെരിയിൽ വന്നാ എൻ്റെ അമ്മാക്കും കുടുംബത്തിൽ ഒരു സുഖം കൊടുക്കുക, എപ്പോഴും ചീത്തയും വാക്കും, അങ്ങനത്തെ സ്വഭാവം എൻ്റെ വല്യമ്മ. എന്നിട്ട് അതിൻ്റെ വയറിൽ കേട്ടതിന് ശേഷം എൻ്റെ വല്യമ്മൻ്റെ ഒരു വര വന്നിട്ട് നേരെ വന്നിട്ട് റൂമാണ്ട് തുറന്ന് ഉള്ളിക്കാണ്ട് കയറി പെട്ടികണ്ട് തുറന്ന് ബേക്കറി ബിസ്ക്കറ്റ് ഭാര്യ കൊടുത്താൽ എൻ്റെ മന മടിക്കും. അപ്പം എന്തേണ്ടായി? ആകടെ എരപ്പായി. മനുഷ്യന്മാർ ആർക്ക് വേണം ഈ ഗ്യാസ് ട്രാമ്പിൾ ഉണ്ടാക്കുന്ന സാധനം? അതല്ല ഇവിടെ വിഷയം. നമ്മുടെ പെരുമാറ്റത്തിന്റെ സ്വഭാവമാണ്.
നമ്മുടെ സംസാരത്തിൽ ഒന്നും കൊടുത്താലും കൊടുത്തില്ലെങ്കിലും വിരോധമില്ല. വലൗ കുന്ത ഫല്ലൻ ഖലീദൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹൗലിക് യാ റസൂലല്ലാഹ്. അങ്ങത്ര കൃപയുള്ള സ്വഭാവക്കാരനാണ് നബിയെ, എത്ര കരുണയുള്ള സ്വഭാവക്കാരനാണ് നബിയെ. അങ്ങയുടെ സംസാരം കൊണ്ട് ഒരാളും വെറുക്കൂല, അങ്ങയുടെ സ്വഭാവം കൊണ്ട് ഒരാൾക്കും വിഷമം വരൂല. ആ സ്വഭാവത്തിലുള്ള സംസാരമാ, സ്വഭാവത്തിലുള്ള പെരുമാറ്റമാ. അതുകൊണ്ടല്ല നബിയെ ജനങ്ങളൊക്കെ നിങ്ങളിലേക്ക് വല്ലാതെ ഇഷ്ടമായി അടുത്തു പോയത്. അല്ലെങ്കിൽ ആളുകളൊക്കെ നിങ്ങളെ വിട്ട് പോകൂല നബിയെ. എന്റെ സഹോദരങ്ങളെ, സഹോദരികളെ, ഖാലിഖായ റബ്ബിന്റെ പൊരുത്തം കിട്ടണോ? നാം നേടിയെടുക്കേണ്ടത് സ്നേഹമാണ്, കാരുണ്യമാണ്. നമ്മൾ മരിച്ചാലും മറ്റുള്ളവർ നമ്മളെ ഓർക്കണം കേട്ടോ, മറ്റുള്ളവർ നമ്മളെ പറയണം കേട്ടോ. അതല്ലേ ലോകത്തിന്റെ നേതാവ് നമ്മുടെ കരളായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. ആ ഒരു ശൈലിയിലേക്ക് ഞാനും നിങ്ങളും എത്തുക. നമ്മൾ